ഇനി ആ കാര്യം മറന്നു കളയുക, ഇനി അത് ഓർക്കണ്ട, അത് ഉപേക്ഷിക്കുക, ഇനി അതിനായി കാത്തിരിക്കേണ്ട എന്ന വാക്കുകൾ കേട്ട് മനസ്സ് തകർന്ന് മനസ്സ് നുറുങ്ങി വളരെ പ്രയാസത്തോടിരിക്കുന്ന കുടുംബങ്ങളോട്, വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴം ശക്തമായി ഇടപെടുന്ന ദൂത് ഇന്ന് പകൽ വിശ്വസിപ്പാൻ ഇടയാകട്ടെ. എസ്രായുടെ പുസ്തകം 10 അധ്യായം അതിൻ്റെ 2-ാം വാക്യം, അതിൻ്റെ അവസാന ഭാഗം. എങ്കിലും ഈ കാര്യത്തിൽ ഇസ്രായേലിന് വേണ്ടി ഇനിയും പ്രത്യാശയുണ്ട്. പരിശുദ്ധാത്മ പറയുന്നു, ഇനിയും ആ കാര്യത്തിൽ പ്രത്യാശയുണ്ട്. ഇനി അത് മറക്കുക, ഇനി അത് ഉപേക്ഷിക്കുക, ഇനി അത് ഓർക്കുക, അതിൻ്റെ അർത്ഥം യാതൊരു കാര്യമില്ല എന്ന് നിർണയിച്ചിടത്ത് ഇന്നതിനെ വെട്ടി തിരുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂത് കൈമാറുക. ദൈവത്തിൻ്റെ പൈതലേ, ആ കാര്യത്തിൽ ഇനിയും പ്രത്യാശയുണ്ട്. ആ വിഷയത്തിൽ ഇനിയും പ്രത്യാശയുണ്ട്. യാതൊരു ചലനമോ യാതൊരു അടയാളമോ ഒന്നും നടക്കാത്തത് നിമിത്തം ആ വിഷയത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളുണ്ട്. അതിന്ന് ദൈവം തിരുത്തും. പരിശുദ്ധാത്മ ഇന്നതിനെ തിരുത്തി മാറ്റി എഴുതുന്ന ഒരു ദിവസമാണ്. ദൈവത്തിന് നമ്മോടുള്ള കരുണയും സ്നേഹം അതാഴമാ. 119 സങ്കീർത്തനം 49 വാക്യത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നീ എന്നെ പ്രത്യാശിക്കുമാറാക്കി. ദൈവമാ എന്നെ പ്രത്യാശിക്കുമാറാക്കിയത്, മനുഷ്യരല്ല പ്രത്യാശിക്കുമാറാക്കിയത്. സ്വർഗവാ, സർവശക്തനായ ദൈവവാ ആ കാര്യത്തെക്കുറിച്ച് ദൂതും ആലോചനയും അരുളപ്പാടും വെളിപ്പെടുത്തി എൻ്റെ കാതുകളിൽ, എൻ്റെ ഹൃദയത്തിൽ അത് പകർന്ന് എൻ്റെ മനസ്സിലേക്ക് ആ ദൂത് ചൊരിഞ്ഞ് ആ തലത്തിൽ, ആ വെളിച്ചത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യർ എഴുന്നേറ്റ് ആ പ്രത്യാശ കെടുത്തിക്കളയാൻ നോക്കും. ശത്രു എഴുന്നേറ്റ് ആ പ്രത്യാശയെ നഷ്ടപ്പെടുത്തുവാൻ നോക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ശക്തവും വ്യക്തമായി ദൂത് ഇടപെടുക. ദൈവത്തിൻ്റെ പൈതലേ, ഇനിയും ആ കാര്യത്തിൽ പ്രത്യാശയുണ്ട്. കുടുംബ ജീവിതത്തിലെ ആ വിഷയത്തിൽ ഇനിയും പ്രത്യാശയുണ്ട്. ആ ജോലി വിഷയത്തിൽ ഇനിയും പ്രത്യാശയുണ്ട്. തലമുറയുടെ ഭാവി വിഷയത്തിൽ ഇനിയും ആ പ്രത്യാശ ജീവിതത്തിൽ കൈവിടാതെ മുറുകെ പിടിക്കുവാനുള്ള ആഹ്വാനമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് അതിശക്തമായി ദൂത് ഇടപെടുന്നത്. സാമ്പത്തിക തലങ്ങളിലെ ആ ഉറവുകൾ ദൈവത്തിൻ്റെ പൈതലേ അടയുകയല്ല, ഇനിയും പ്രത്യാശയുണ്ട്. ആ തലത്തിലാ ദൈവകരം ചാഞ്ഞിറങ്ങാൻ പോകുന്നത്. ഇന്ന് ഭാരപ്പെടുന്ന ആ കാര്യം ഇനിയും ദൈവത്തിൻ്റെ പൈതലേ നീറുന്നു, ഹൃദയം പുകയുന്നു. ആ നിലയിലാണ് ഇന്നത്തെ സാഹചര്യം ആയിരിക്കുന്ന ആ വ്യക്തിയെ നോക്കി പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. ഇനിയും ആ വിഷയത്തിൽ, ആ കാര്യത്തിൽ, ആ പ്രശ്നത്തിൽ പ്രത്യാശയുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. ദൈവം പ്രത്യാശിക്കുമാറാക്കിയ വിഷയത്തിലാ ഇന്ന് നിരാശപ്പെടുകയും ഭാരപ്പെടുകയും ആകുലതയോടെ ആ തലത്തിലായിരിക്കുന്ന അത് പൊടികൊടഞ്ഞ് കളയുന്നത് പോലെ ഇന്ന് എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അബ്രഹാം ഒരു കാലഘട്ടത്തിൽ കാത്തിരുന്ന് മടുത്ത് തൻ്റെ അവകാശി എലയാസറാകുന്നു എന്ന് പറയത്തക്ക നിലയിൽ തൻ്റെ അതിരത്തിൽ നിന്ന് വാക്കുകൾ പോലെ പുറപ്പെടുവിച്ചു. എന്നാൽ ദൈവം അത് വെട്ടി തിരുത്തി പ്രത്യാശ വീണ്ടും ദൈവം പകർന്ന് വാഗ്ദത്തങ്ങളെ കരത്തിൽ കൊടുത്ത സർവശക്തനായ ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ദൂത് വിശ്വസിച്ചു വചനം ആഴമായി ഹൃദയതലങ്ങളിൽ ഏറ്റെടുക്കട്ടെ. അത് തിരുത്തുക, അത് വെട്ടുക. പ്രത്യാശ നഷ്ടപ്പെട്ട വിഷയത്തിന്മേൽ ദൈവം പ്രത്യാശ പകരുക. ഇനി നടക്കത്തില്ല, മറക്കുക എന്ന് പറഞ്ഞ വിഷയത്തിന്മേൽ പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പമുള്ള ശബ്ദം വിശ്വസിക്കട്ടെ. ഇനിയും ആ കാര്യത്തിൽ പ്രത്യാശയുണ്ട്. ആ നിലയിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും.
ആ നിലയിൽ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടും. ദൈവം ചെയ്യാൻ പോവാ, ദൈവം സഹായിക്കാൻ പോവാ, ദൈവം അനുഗ്രഹിക്കാൻ പോവാ. ഇനിയും ആ കാര്യത്തിൽ പ്രത്യാശയുണ്ട്. ഈ ദൂത് എഴുതിയിട്ടോ, ഈ വചനം എഴുതിയിട്ടോ, അതിനകത്ത് ദൈവപ്രവൃത്തിയുണ്ട്, അതിനകത്ത് ദൈവമഹത്വമുണ്ട്, അതിനകത്ത് ദൈവത്തിൻ്റെ കരമുണ്ട്. കർത്താവ് സഹായിക്കും. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ദൂതിനായി സ്തോത്രം. ആലോചനയ്ക്ക്, ദൈവശബ്ദത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, തകർന്നുടഞ്ഞ ഹൃദയത്തിൽ ഈ ദൂത് ചലിക്കട്ടെ, ചൈതന്യമായി തീരട്ടെ, വിടുതലായി തീരട്ടെ. കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. അത്ഭുത വിടുതലുകളും സൗഖ്യങ്ങളും ഇപ്പോൾ സംഭവിക്കട്ടെ. കർത്താവെ, എല്ലാ മേഖലയും തൊടുന്ന ദൈവപ്രവർത്തി ഈ ദിവസങ്ങളിൽ കണ്ട് സന്തോഷിപ്പാൻ ഇടയാകാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.